ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജൂൺ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, സോ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഫ്രണ്ട്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതമായി മാറുന്നത് അത് ആറളം വന്യജീവി സങ്കേതമാണ്. ഓർത്തിരിക്കുക, എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതമാവുന്നത് എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച യാത്രാ വെബ്സൈറ്റ് അത് കേരള ടൂറിസം വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഏതാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ്? അത് കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റാണ്. കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് ആയുഷ് വകുപ്പാണ്. ഓക്കെ, എന്താണ് കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നമ്മളുടെ വകുപ്പാണ് ആയുഷ് വകുപ്പ് എന്ന് പറയുന്നത്. ഉച്ചകോടിയിൽ അവതരിപ്പിക്കുന്ന ആയുഷ് മേഖലയിൽ നടപ്പാക്കിയ വിവരസാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ എന്താക്കിയിട്ടുണ്ട്? നോഡൽ സംസ്ഥാനമാക്കിയിട്ടുണ്ട്. അപ്പം ഏത് വിഷയത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്? ആയുഷ് മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള വിവരസാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിലാണ് കേരളത്തിനെ നോഡൽ സംസ്ഥാനമാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് അത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. ഓക്കെ, ഓർക്കാട്ടോ, കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ് ഏറ്റവും മികച്ച, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ, ഇനി വരുന്ന എക്സാംസിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് വിഴിഞ്ഞത്തിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, വിഴിഞ്ഞം ഒക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞം എത്തിയ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായി മാറിയിട്ടുള്ളത് ഏതാണ്? MSC ഐറീനയാണ് കേട്ടോ. MSC ഐറീനയായിരുന്നു ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുന്നത്. 2025 ജൂൺ 9-നാണ്. ഓക്കെ, 2025 ജൂൺ 9-നാണ് ഐറീന എത്തിയിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ 2020-25 ദേശീയോദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെയും മാനേജ്മെന്റിന്റെ ഫലപ്രാപ്തിയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ഓർക്കാട്ടോ, എന്താണ് 2020-25 ദേശീയോദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെയും മാനേജ്മെന്റ് ഫലപ്രാപ്തി അതിൽ 1-ാം സ്ഥാനത്താണ് കേരളം ഇരിക്കുന്നത്. സംരക്ഷിത മേഖലകളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുള്ളത് അത് ഏതൊക്കെയാണ്? അത് 2 ദേശീയോദ്യാനങ്ങളാണ്. ഓക്കെ, ഓർക്കാട്ടോ, സംരക്ഷിത മേഖലയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുള്ളത് ഒന്ന് കേരളത്തിലും ഒന്ന് ജമ്മു കാശ്മീരിലും ഉള്ളതാണ്. കേരളത്തിൽ നിന്നും ഇരവികുളം ദേശീയോദ്യാനത്തിനാണ് ഈ ഒരു ഏറ്റവും മികച്ച സ്കോർ കിട്ടിയതെങ്കിൽ ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ങാം ദേശീയോദ്യാനമാണ് അടുത്ത ആളെന്ന് പറയുന്നത്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് KTAP ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം KTAP എന്താണ്? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് KTAP ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി അത് പ്രകൃതി പാഠമാണ്. ഓക്കെ, സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്ക് നടപ്പിലാക്കുന്ന ഏതാണ്? അത് പ്രകൃതി പാഠമാണെങ്കിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. 1 കോടി വൃക്ഷത്തൈകൾ നടണമെങ്കിൽ ആദ്യം ഒരു തൈ നട്ടിട്ട് വേണ്ടേ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്തായിരുന്നു? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ക്യാമ്പയിൻ്റെ പേരാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? ഒരു തൈ നടാമെന്ന് കൊടുത്തിട്ടുള്ളത്. കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. ഓക്കെ, സാങ്കേതിക പരിശീലനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മൾ സ്മാർട്ടായിട്ട് മാറും അല്ലേ? അപ്പോൾ കുടുംബശ്രീയുടെ അങ്ങനെ സാങ്കേതിക പരിശീലനം കൊടുത്ത് വിജയകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്മാർട്ട് ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ജീവധാര. ഒക്കെ ഓർക്കാട്ടോ, ജീവധാര എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? രക്തബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് റാങ്കാണ് കൊടുത്തിട്ടുള്ളത്, ബാങ്കാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ് അത് കോർട്ട് ക്ലിക്കാണ്. ഓക്കെ, കോർട്ട് ക്ലിക്ക്, ഒരു ക്ലിക്കിൽ നമുക്ക് കോർട്ടിലെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കോർട്ട് ക്ലിക്ക് എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ചോദിച്ചാൽ അത് റേഡിയോ നെല്ലിക്കയാണ്. ഓക്കെ, റേഡിയോ നെല്ലിക്ക ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആരാണ്? ബാലാവകാശ കമ്മീഷനാണ്. ബാലന്മാർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലേ പൊതുവെ നെല്ലിക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് ഈ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ ആരംഭിച്ചിരിക്കുന്നത്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട അത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയിലോട്ട് വരികയാണെങ്കിലാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇപ്രാവശ്യം പഠിക്കാനുള്ളത് ജൂണിൽ വന്നിട്ടുള്ളത്. വൈദ്യുത കാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായിട്ടുള്ള ഫോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിട്ടുള്ള ആശയവിനിമയ രീതിയായ
ആയിട്ടുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ സുപ്രധാന നേട്ടം കൈവരിച്ച രാജ്യം ചോദിച്ചാൽ അത് ഏത് രാജ്യമായിരുന്നു? അത് നമ്മളുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണേ, ഓർത്തിരിക്കുക. അപ്പം എന്താണ്? ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ സുപ്രധാന നേട്ടം കൈവരിച്ച രാജ്യമായിരുന്നു ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമുണ്ട് നമുക്ക് ഇന്ത്യക്ക്. ലോകത്തിൽ 7ാമത്തെ വലിയ കാപ്പി ഉൽപ്പാദക രാജ്യം, അതേപോലെ തന്നെ 5ാമത്തെ വലിയ കയറ്റുമതി രാജ്യവുമായി മാറിയിരിക്കുന്നത് അത് ഇന്ത്യയാണ്. അപ്പോൾ കാപ്പി ഉൽപ്പാദനത്തിൽ 7ാം സ്ഥാനത്ത്, കയറ്റുമതിയിൽ 5ാം സ്ഥാനത്തുള്ള രാജ്യം ഏതായിരുന്നു? അത് ഇന്ത്യയാണ് വന്നിട്ടുള്ളത്. ഇനി ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം വരുന്നത് അത് കച്ചിലാണ്. ഓക്കെ, ഓർക്കുക കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം എവിടെയാണ് വരുന്നത്? കച്ചിലാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിച്ച ആദ്യ രാജ്യം അത് സൈപ്രസ് ആണ്. ഓക്കെ, ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ആദ്യത്തെ രാജ്യം ഏതാണ്? സൈപ്രസ് ആണ്. ആൻഡ് സൈപ്രസിന്റെ പ്രസിഡന്റ് അത് നിക്കോസ് ക്രിസ്റ്റോഡൗലിഡ്സ് ആണ് കേട്ടോ. നിക്കോസ് ക്രിസ്റ്റോഡൗലിഡ്സ് ആണ് സൈപ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ അത് ഗുരുഗ്രാമിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ എവിടെയാണ്? ഗുരുഗ്രാമിലാണെങ്കിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി അത് നടുപ്പതിയാണ്. ഓക്കെ, ക്വസ്റ്റൻ എന്തായിരുന്നു? വലിയൊരു ക്വസ്റ്റൻ ആണല്ലേ. എന്താണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി? അതാണ് നടുപ്പതി. പോലീസ് സേനയിൽ അഗ്നിവീറുകൾക്ക് 20% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. എവിടെയാണത്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശ് പോലീസ് സേനയിലാണ് അഗ്നിവീറുകൾക്ക് 20%, ഓക്കെ, 20% റിസർവേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യ ഫസ്റ്റ് നാഷണൽ പേപ്പർ എക്സ്പോ നടക്കുന്നത് അത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്താണ്? ഇന്ത്യ ഫസ്റ്റ് നാഷണൽ പേപ്പർ എക്സ്പോ, ഓക്കെ, പേപ്പർ എക്സ്പോ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരമാണ് ഐസോൾ. ഓർക്കുക കേട്ടോ. ഇതാണ് വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരമായി മാറിയിരിക്കുകയാണ് ഐസോൾ. അപ്പം ഐസോൾ എന്ന് പറയുന്നത് എവിടുത്തെ തലസ്ഥാനമായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് പദ്ധതി പ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്? അത് ഭൈരാബി സൈറംഗ് റെയിൽവേ പദ്ധതിയാണ് കേട്ടോ. ഭൈരാബി സൈറംഗ് റെയിൽവേ പദ്ധതി പ്രകാരമാണ് ഐസോളിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം കർണാടകയാണ്. ഓക്കെ, എന്താണ്? വിദ്വേഷ പ്രസംഗം തടയാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് കർണാടകയെങ്കിൽ കർണാടക വേറൊരു 2 കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായിട്ടുള്ള പ്രായം 18 നിന്നും 28 ഉയർത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും ഉയർന്ന ശേഷി നേടിയ സംസ്ഥാനം കർണാടകയാണ്. അപ്പോൾ കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ എന്നൊക്കെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിദ്വേഷ പ്രസംഗം തടയാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനം. പുകയില ഉൽപ്പന്നം വിൽക്കുന്നതിനുള്ള പ്രായം 21 ഉയർത്തി. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും ഉയർന്ന ശേഷി നേടിയതെല്ലാം തന്നെ ഏതാണ് വരുന്നത്? കർണാടകയാണ് വരുന്നത്. ഇനി 2025-35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? ജലവൈദ്യുത ദശകമായിട്ടാണ് ഏതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഏത് വർഷത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്? 25-35 വർഷത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതായിരുന്നു? ബീഹാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം കൃത്രിമ പവിഴപ്പുറ്റ്, മഹാരാഷ്ട്ര. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗാ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഓക്കെ, 38ാമത് ദേശീയ ഗെയിംസ് ഒക്കെ നടന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗാ പോളിസി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഡിജിറ്റൽ പേയ്മെൻറ്റ് സേവനങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ അത് കാച്ചേഗുഡ റെയിൽവേ ആണ്. ഓക്കെ, കാച്ചേഗുഡ റെയിൽവേയിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? റെയിൽവേ പേയ്മെൻറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് റെയിൽവേ സ്റ്റേഷനാണ്, കാച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറിയത് മിസോറാമാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഏത് പദ്ധതിക്ക് കീഴിലാണ്? ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് മിസോറാം മാറിയതെങ്കിൽ 2ാം സ്ഥാനത്ത് ഗോവയും 3ാം സ്ഥാനത്ത് ത്രിപുരയുമാണ് വരുന്നത്. ഓർത്തിരിക്കുക, ഈ ഒരു പദ്ധതി പ്രകാരം കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ എവിടെയും വരുന്നില്ല കേട്ടോ. നമ്മൾ സാക്ഷരത എന്ന് കാണുമ്പോൾ നമ്മളാണെന്ന് വിചാരിക്കാനുള്ള ഒരു ചാൻസ് വരും. പക്ഷേ ഇവിടെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ നമ്മളല്ല വരുന്നത്, മിസോറാമാണ് വരുന്നത്. 2020
ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകൾ പ്രകാരം 2022 മുതൽ 27 വരെ 5 വർഷത്തേക്ക് ഉല്ലാസ് പദ്ധതി വന്നിട്ടുള്ളത് കേട്ടോ. 5 വർഷത്തേക്കുള്ള പദ്ധതിയാണ് ഉല്ലാസ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കശ്മീരിലെ ആദ്യത്തെ ചെറിയ കാർഗോ ട്രെയിൻ റൂട്ടാണ് കത്ര മുംബൈ റൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കശ്മീരിലെ ആദ്യത്തെ ചെറിയ കാർഗോ ട്രെയിൻ റൂട്ടാണ് കത്ര മുംബൈ റൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ നോയിഡയിലുമാണ്. ഓക്കെ, അപ്പം 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെൻറ്റേഴ്സ് എവിടെയാണ് വന്നിട്ടുള്ളത്? ബാംഗ്ലൂരിലും നോയിഡയിലുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ജൂണിൽ നമുക്ക് കുറച്ച് റംസാർ സൈറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 രാജസ്ഥാനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? കിച്ചനും മേനാറും. ഓക്കെ, കിച്ചനും മേനാറുമാണ്. കിച്ചൻ എവിടെയാണ്? രാജസ്ഥാനിൽ ഫലോഡിയിലാണെങ്കിൽ മേനാർ വരുന്നത് രാജസ്ഥാനിൽ ഉദയ്പൂരിലാണ്. ഈ 2 പ്ലേസസാണ് പുതിയതായിട്ട് റംസാർ സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി ഇപ്പം റംസാർ സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത് 91. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പക്ഷേ നിലവിൽ ജൂണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 91. ആൻഡ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് എപ്പോഴത്തെയും പോലെ തന്നെ ഇവിടെ തന്നെയാണുള്ളത്, തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത്. 20 എണ്ണമാണ് തമിഴ്നാട്ടിലുള്ളത്. നിലവിൽ റംസാർ സൈറ്റുകളുടെ എണ്ണത്തിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തുമാണ് ഇന്ത്യ. ഓർക്കാട്ടോ, ഏഷ്യയിൽ 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണെങ്കിൽ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുള്ളത്. തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ധനുഷ്കോടി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷി ഇനം ആണ് ഗ്രേറ്റർ ഫ്ലെമിംഗോ. ഓർക്കാട്ടോ, എവിടെയാണ്? ധനുഷ്കോടി വന്യജീവി സങ്കേതത്തിലാണ് ഗ്രേറ്റർ ഫ്ലെമിംഗോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അടുത്തത് ചെനാബ് പാലം കഴിഞ്ഞ 1-2 പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു സാധനമാണ്. ലാസ്റ്റ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന CPO എക്സാമിൽ വരെ ചെനാബ് പാലത്തിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇനിയും ഡിലേ ആക്കേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചെനാബ് പാലമാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് 2025 ജൂൺ 6-നാണ്. ഓക്കെ, ആൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കമാന റെയിൽവേ പാലം. ഇപ്പോഴൊക്കെ പാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അധികവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കമാന റെയിൽവേ പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. ആൻഡ് ബ്രോഡ് ഗേജ് റെയിൽവേ ശൃംഖലയിൽ ഏറ്റവും നീളം കൂടിയ പാലം അത് ചെനാബ് പാലം തന്നെയാണ്. നീളം ഇമ്പോർട്ടൻ്റ് ആണ്, 13-15 മീറ്റർ. ഓക്കെ, 13-15 മീറ്റർ ആണ് എന്ത്? ചെനാബ് പാലത്തിൻ്റെ നീളം വന്നിട്ടുള്ളത്. ആൻഡ് നദീനിരപ്പിൽ നിന്നുള്ള ചെനാബ് പാലത്തിൻ്റെ ഉയരം അത് 359 മീറ്റർ ആണ്. ഓക്കെ, നിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 359 മീറ്റർ ആണെങ്കിൽ ഈഫിൽ ടവറിനേക്കാൾ ഇതൊരു 35 മീറ്ററും കൂടി മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈഫിൽ ടവറിനേക്കാളും ഉയരത്തിലാണ് ചെനാബ് പാലം ഇരിക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ഒരു പാലമാണ് ഇത്. ഓക്കെ, ഏതാണ്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണെങ്കിൽ കൗരി ബക്കൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം, സലാൽ ജലവൈദ്യുതി അണക്കെട്ടിന് സമീപമുള്ള പാലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് ഈ ഒരു ചെനാബ് പാലമാണ്. 2002 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടലായിട്ട് ഇതിൽ 36 തുരങ്കങ്ങളാണുള്ളത്. ആൻഡ് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ 119 കിലോമീറ്റർ ഓളം വരുന്നതാണ് ഈ ഒരു തുരങ്കപാത എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമായിട്ടുള്ള അഞ്ചീഗഡ് പാലവും ഈ ഒരു പാതയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അഞ്ചീഗഡ് പാലത്തിനെ കുറിച്ച് നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചീഗഡ് പാലം എന്ന് പറയുന്നത്. ഓക്കെ, ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അതാണ് മാധവി ലത. ഓർക്കാട്ടോ, ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഭാഗമായിട്ടുള്ള വനിതാ എഞ്ചിനീയറാണ് മാധവി ലത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഞ്ചീഗഡ് പാലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചീഗഡ് പാലം എന്ന് പറയുന്നത്. ജൂൺ 6-നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. ഓക്കെ, അഞ്ചീഗഡ് പാലത്തിൻ്റെ ഉദ്ഘാടനം എപ്പോഴായിരുന്നു? ജൂൺ 6-നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? അഞ്ചീഗഡ് പാലവും അതുപോലെ തന്നെ ചെനാബ് പാലവും ഒക്കെ തുറക്കുന്നത് ഏത് ദിവസം തന്നെയാണ്? 2025 ജൂൺ 9 തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ നീളം, അഞ്ചീഗഡ് പാലത്തിൻ്റെ നീളം 725 മീറ്ററാണ് വരുന്നത്. ജമ്മു കാശ്മീരിലെ കത്ര, റിയാസി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ആൻഡ് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലം. ഓർക്കാട്ടോ, ഇന്ത്യൻ റെയിൽവേക്കായിട്ടുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാലമാണ്? അത് അഞ്ചീഗഡ് പാലമാണ്. ആൻഡ് നദീതടത്തിൽ നിന്നുള്ള ഇതിൻ്റെ ഉയരം 331 മീറ്റർ ആണ്. ഓക്കെ, ഇതും ചെനാബും തമ്മിൽ നിങ്ങളൊരു ടേബിൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ജൂണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആക്സിയം ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്തായാലും ഇനി വരുന്ന എക്സാംസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയും ചെയ്യും.
ഓക്കെ. അപ്പം ആക്സിയം 4 മിഷൻ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് 2025 ജൂൺ 25-നാണ്. ഓക്കെ, 25 ജൂൺ 25 ഡേറ്റ് പഠിക്കാൻ സുഖമാണ്. 25 ജൂൺ 25-നാണെങ്കിൽ പേടകം ചോദിച്ചാൽ അത് സ്പേസ് എക്സ് ഡ്രാഗൺ C213 ആണ്. ഓക്കെ, സ്പേസ് എക്സ് ഡ്രാഗൺ C213 എന്ന പേടകത്തിലായിരുന്നു ഇത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു പേടകം എന്ന് പറയുന്നത് അത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പേടകമാണ്. ആൻഡ് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൻ്റെ ഈ ഒരു പോയിട്ടുള്ള പേടകത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ കന്നി യാത്ര കൂടിയായിരുന്നു ഈ ഒരു ജൂൺ 25-ന് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് വിക്ഷേപണം നടന്നിട്ടുള്ളത് അമേരിക്കയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ട്. ആൻഡ് റോക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ് 39A വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഓർക്കാട്ടോ, ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 39A വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ഇത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത് ഇത് 6 തവണ മാറ്റി വെച്ചിട്ടുള്ള ഒരു മിഷനായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിലെ അംഗങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ മിഷൻ പൈലറ്റ് ആയിട്ടുള്ളത് നമുക്ക് അഭിമാനമായിട്ടുള്ള ശുഭാൻശു ശുക്ലയാണ് കേട്ടോ. ശുഭാൻശു ശുക്ലയാണ് ഇതിൻ്റെ മിഷൻ പൈലറ്റ് ആയിട്ടുള്ളത്. ഇന്ത്യനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കമാൻഡർ ആയിട്ടുള്ളത് അത് പെഗ്ഗി വിൽസൺ ആണ്. പെഗ്ഗി വിൽസണൊക്കെ നമുക്ക് സെരിത വില്യംസിനൊക്കെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പലപ്പോഴും പെഗ്ഗി വിൽസണിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാറുള്ളതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയം 60 മണിക്കൂറിൻ്റെ അപ്പുറം അവിടെ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത്. അവരാണ് ഇവിടെ കമാൻഡറായിട്ട് വന്നിട്ടുള്ളത്. ഇനി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാവോസ് ഉസ്താൻസ്കി. ഓക്കെ, ഇത് അടുത്തൊരു അംഗമാണ്. ഇനി ടിബോർ കപ്പു, ഹംഗറിയിലെ ടിബോർ കപ്പു. അങ്ങനെ എത്ര പേരാണ്? 4 പേരാണ് ഈ ഒരു ആക്സിയം മിഷനിൽ പോകുന്നത്. അപ്പോൾ ശുഭാൻശു ശുക്ല, പെഗ്ഗി വിൽസൺ, സാവോസ് ഉസ്താൻസ്കി, ടിബോർ കപ്പു. ഓക്കെ, 4 പേരാണ് ഈ ഒരു ആക്സിയം ദൗത്യത്തിലുള്ളത്. ദൗത്യത്തിലെ പങ്കാളികളായിട്ടുള്ളത് ISRO, സ്പേസ് എക്സ്, നാസ, ആക്സിയം. ഓക്കെ, ആരൊക്കെയാണ് പങ്കാളികൾ? ISRO, സ്പേസ് എക്സ്, നാസ, ആക്സിയം. ആൻഡ് ഈ ഒരു പേടകത്തിന് ഊർജ്ജം നൽകുന്നത് 9 മെർലിൻ എഞ്ചിനുകൾ, റോക്കറ്റ് ഗ്രേഡ് മണ്ണെണ്ണ, ദ്രവീകൃത ഓക്സിജൻ എന്നിവയാണ്. ഓർക്കട്ടോ, 9 മെർലിൻ എൻജിൻസ്, റോക്കറ്റ് ഗ്രേഡ് മണ്ണെണ്ണ, ദ്രവീകൃത ഓക്സിജൻ. അങ്ങനെ 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. ആൻഡ് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് 14 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കാമെന്നതായിരുന്നു. പക്ഷേ ആക്ച്വലി ഓർക്കുക, 14 ദിവസം അല്ല അവർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്, 18 ദിവസമായിരുന്നു. ഓക്കെ, ഓർക്കാട്ടോ, 14 ദിവസമല്ല 18 ദിവസം അവരവിടെ നിന്നിട്ടുണ്ട്. ഇനി യാത്രാ സംഘമുള്ളത് എന്ന് ചോദിച്ചാൽ, അതായത് ഈ ഒരു പേടകത്തിൽ യാത്രാ സംഘമുള്ളത് ഡ്രാഗൺ C213 എന്ന പേടകത്തിലാണ്. ഓക്കെ, റോക്കറ്റിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രാഗൺ C213 പേടകത്തിലായിരുന്നു യാത്രാ സംഘം ഉണ്ടായിട്ടുണ്ടായത്. ആൻഡ് ഈ ഒരു പേടകത്തിന് ഇവരൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പേരാണ്. ഏതാണ്? ഗ്രേസ് കേട്ടോ. ഗ്രേസ് എന്ന പേര് കൊടുത്തിട്ടുള്ള ഏതിനാണ്? ഡ്രാഗൺ C213 പേടകത്തിനാണ്. ഇനി ശുഭാൻശു ശുക്ല ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് ഓർത്തിരിക്കേണ്ടതാണ്. എൻ്റെ തോളിലെ ത്രിവർണം പറയുന്നു, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പമാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന് പറഞ്ഞത് രേണു ശുഭാൻശു ശുക്ലയായിരുന്നു. ആൻഡ് ടോട്ടലി ഈ ഒരു പേടകം, ഈ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ടോട്ടലി 60 പരീക്ഷണങ്ങളാണ് ഈ ഒരു പേടകം ആക്സിയം മിഷനിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് അതിൽ തന്നെ 7 പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പരീക്ഷണങ്ങളാണ്. ഓർക്കാട്ടോ, ടോട്ടൽ പരീക്ഷണങ്ങൾ 60 എണ്ണം, അതിൽ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ 7 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇനി ആക്സിയം മിഷൻ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 5ാമത്തെ ക്രൂ മെമ്പർ എന്ന രീതിയിലൊക്കെ പറയുന്നത് ആരെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയാണ്? ജോയിനെയാണ്. ഓക്കെ, ജോയി ആരാണ്? അതൊരു സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ഒരു അരയന്ന പാവയാണ്. ഓക്കെ, അരയന്ന പാവയാണ് ഈ ഒരു ജോയി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഹിരാകാശത്ത് ഒഴുകി നടക്കാൻ കഴിയുന്ന ഭാരമില്ലാത്ത അവസ്ഥ തിരിച്ചറിയാനായിട്ട് സഞ്ചാരികൾ കൂടെ കരുതുന്ന സൂചകമാണ് സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ. ഓക്കെ, എന്താണ്? ബഹിരാകാശത്ത് ഒഴുകി നടക്കാൻ കഴിയുന്ന ഭാരമില്ലാത്ത അവസ്ഥ തിരിച്ചറിയാനായിട്ട് സഞ്ചാരികൾ കൂടെ കരുതുന്ന ഒരു സൂചകം. അതാണ് ഈ ഒരു നമ്മളുടെ ജോയ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ നിന്നും വിത്തിനങ്ങൾ നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളായണി കാർഷിക സർവകലാശാലയും തിരുവനന്തപുരം IIASTയും ചേർന്നാണ് ബഹിരാകാശത്തേക്ക് വിത്തിനങ്ങളെ അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരൊക്കെ ചേർന്നിട്ട്? വെള്ളായണി കാർഷിക സർവകലാശാല, തിരുവനന്തപുരം IIAST. ആൻഡ് ക്രോപ്സ് സീഡ്സ് ഇൻ ISS എന്ന പരീക്ഷണത്തിനായാണ് വിത്തുകൾ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏതാണ് പരീക്ഷണം? ക്രോപ്സ് സീഡ്സ് ഇൻ ISS. പോയിട്ടുള്ളത് ഏതൊക്കെയാണ്? നെല്ലിനങ്ങൾ, 2 നെല്ലിനങ്ങൾ പോയിട്ടുണ്ടായത്. ജ്യോതി, ഉമ. ഓക്കെ, ജ്യോതി, ഉമ എന്നീ നെല്ലിനങ്ങൾ. കുറ്റിപ്പയറിനമായിട്ടുള്ള കനകമണി, എള്ളിനമായിട്ടുള്ള തിലകത്താര, വഴുതനിനമായിട്ടുള്ള സൂര്യ, തക്കാളി ഇനമായിട്ടുള്ള വെള്ളായണി വിജയ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് അടുത്ത എക്സാംസിന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉമയും ജ്യോതിയൊക്കെ എന്ത് ഇനങ്ങളിൽ പെട്ടതാണ് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റണം. നെല്ലാണ്. കുറ്റിപ്പയർ, കനകമണി എന്താണ്? മണിമണി പോലെയല്ലേ പയറുകൾ ഉണ്ടാവുക? കനകമണി എന്താണ്? അത് കുറ്റിപ്പയറാണ്. തിലധാര എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മൾ പഠിക്കുന്നത് എപ്പോഴും എള്ളിനെയാണ്. അപ്പോൾ തിലകത്താരിയും ഏത് തന്നെ എള്ള് തന്നെയാണ്. വഴുതന സൂര്യാണ്. ഇനി വെള്ളായനി വിജയ്. ഓക്കെ, വെള്ളായനി വിജയ് എന്താണ്? തക്കാളിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിനൊപ്പം തന്നെ വേറൊരു സംഭവം കൂടി പോകുന്നുണ്ട്. ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയാളിയുടെ പ്രമേഹ ചികിത്സാ ഗവേഷണം ഉണ്ടായിരുന്നു. അതാണ് സ്വീറ്റ് റൈഡ്. ഓക്കെ, സ്വീറ്റ് റൈഡ് ഓർക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? പ്രമേഹ ചികിത്സാ ഗവേഷണമാണ് വികസിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർ ഷംസീർ വയലിനാണ്. ഓക്കെ, ഷംസീർ വയലിൻ. മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഉപാപചയ പ്രവർത്തനത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്വീറ്റ് റൈഡ് എന്ന ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഷംസീർ വയലിൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഭാൻഷു ശുക്ലേനെ പറയാതെ പോകുന്നത് മോശമല്ലേ? അപ്പോൾ പറയാം നമുക്ക്. എന്തായിരുന്നു? 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്നത്. അത് ശുഭാൻഷു ശുക്ലയാണ്. അദ്ദേഹം വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തിയാണ്. ലക്നൗ സ്വദേശി, അതായത് UP സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. ഇനി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരൻ. ഓർത്തിരിക്കാട്ടോ, എന്താണ്? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനാണ്. ആൻഡ് ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ, അതായത് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ രാകേഷ് ശർമ്മ കഴിഞ്ഞു, രണ്ടാമതായിട്ടാണ് ശുഭാൻഷു ശുക്ല വന്നിട്ടുള്ളത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? അത് രാകേഷ് ശർമ്മയൊന്നല്ല, ശുഭാൻഷു ശുക്ലയാണ്. ഇനി ബഹിരാകാശ നിലയത്തിലെത്തിയ 634ാമത്തെ വ്യക്തി. അത് ശുഭാൻഷു ശുക്ലയാണ്. ഓർക്കുക, എന്താണ്? 634ാമത്തെ വ്യക്തി. ആൻഡ് ക്രൂ നമ്പർ 634 ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ആര് തന്നെയാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. 634 നമ്മൾ പറഞ്ഞു, ബഹിരാകാശ നിലയത്തിലെത്തുന്ന 634ാമത്തെ വ്യക്തി. ക്രൂ നമ്പർ 634 അത് ആര് തന്നെയാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഓക്കെ, അത്ര കാര്യങ്ങളാണ് ആക്സിയം മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. റിപ്പീറ്റഡ്ലി കേട്ട് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽ ലിങ്ക്. അത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കാണ്. ഓക്കെ, എന്താണ്? കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക്. ആൻഡ് അതിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 272 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല അത് അബർഡീൻ ആണ് കേട്ടോ. അബർഡീൻ സർവകലാശാലയ്ക്കാണ് ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊരു സ്കോട്ടിഷ് സർവകലാശാലയാണ്. മുംബൈയിലാണ് ഇതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. ഇനി മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാശിവ് ആണ്. ഓക്കെ, ധാരാശിവ് എന്താണ്? ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണെങ്കിൽ നെൽ കർഷകർക്ക് 2025-26 ഖാരിഫ് സീസണിലേക്കുള്ള മിനിമം താങ്ങുവില എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് 69 രൂപയാണ്. ഓക്കെ, 69 രൂപയായിട്ടാണ് താങ്ങുവില, ഖാരിഫ് സീസണിലേക്കുള്ള മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി എന്നിവയുൾപ്പെടെയുള്ള ഖാരിഫ് വിളകൾക്കാണ് പുതിയ താങ്ങുവില വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മേഘാലയയിൽ ഷിലോങ്ങിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ തവള ഇനമുണ്ടായിരുന്നു. അതാണ് എമോലോപ്സ് ഷിലോങ്. അതിൽ പേര് തന്നെ ഉണ്ട്. ഓക്കെ, ഷിലോങ് എന്ന് അതിൽ പേര് തന്നെ ഉണ്ട്. എന്താണ് ഇനം എന്നത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എമോലോപ്സ് ഷിലോങ് എന്താണ്? അത് ഒരു ടൈപ്പ് ഓഫ് തവളയാണ് വരുന്നത്. ഓക്കെ, ഇനി തെക്കേ ഇന്ത്യയിൽ നിന്ന് പുതുതായിട്ട് കണ്ടെത്തിയ ചാടും ചിലന്തി. ഓക്കെ, ചാടും ചിലന്തിയാണ് സ്പോർട്ടിയസ് കരിഗിരി. ഓക്കെ, സ്പോർട്ടിയസ് കരിഗിരി എന്താണ്? അതൊരു ചാടും ചിലന്തിയാണ്. തെക്കേ ഇന്ത്യയിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. ജയ്പൂരിനടുത്തുള്ള ആരവല്ലി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യയിനം. ഓക്കെ, അത് പോർട്ടുലാക്ക ഭാരതാണ്. ഓക്കെ, അടിപൊളി പേരാണ്, പോർട്ടുലാക്ക ഭാരത്. ഇവിടുന്ന് ആരവല്ലി കുന്നിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഒരു ചെടിയാണ്, സസ്യയിനമാണ്. 2025 ജൂൺ പ്രകാരം ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. എന്ത് സംശയമല്ല, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് എൻ്റെ ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. അഹമ്മദാബാദ് നമുക്കറിയാം. അടുത്തത് നമ്മൾ പറയുന്നത് അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ 2 കാര്യങ്ങളാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോകുന്ന വഴി അപകടത്തിൽപ്പെട്ട വിമാനമായിരുന്നു എയർ ഇന്ത്യ 171. ഓക്കെ, എയർ ഇന്ത്യ 171 എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇതിന് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യ കണ്ട രണ്ടാമത്തെ വലിയ വിമാന ദുരന്തം കൂടിയായിരുന്നു ഈ ഒരു എയർ ഇന്ത്യ 171ൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ആൻഡ് അപകടത്തിൽ നമ്മളുടെ ഒരു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിജയ് റൂപാണി. കേട്ടോ, ചോദ്യം വരാവുന്നതാണ്. വിജയ് റൂപാണി അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അപകടത്തിൽപ്പെട്ട വിമാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ്. ഓക്കെ, വിമാനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കമ്പനി ആയിരുന്നു, എയർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരുന്നു? അത് ബോയിങ് 787-8
ഡ്രീം ലൈനറാണ്. ഇനി രാജ്യത്ത് 16ാമത് സെൻസസ് 2 ഘട്ടമായിട്ട് നടത്തും എന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 16ാം സെൻസസ് നമുക്ക് കുറേ ആയിട്ട് നമുക്കറിയാം എന്താണ് സെൻസസും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അടുത്ത 16ാമത്തെ സെൻസസ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒക്ടോബറിലും അടുത്ത വർഷം മാർച്ചിലും ഒക്കെ ആയിട്ട് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നുണ്ടാവുക. ആദ്യ ഘട്ടത്തിൽ മഞ്ഞുവീഴ്ചയുള്ള ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലാണ് സെൻസസ് നടക്കുന്നത്. ഓക്കെ, 2026 ഒക്ടോബർ 1 മുതൽ എവിടെ നടക്കുന്നു? മഞ്ഞുവീഴ്ച പ്രദേശമായിട്ടുള്ള ലഡാക്കിലും ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും. ഇനി മാർച്ച് 1 2027 മാർച്ച് 1 മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിൻ്റെ കാര്യങ്ങളും ഡാറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ അതായത് GSDPയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൻ്റെ സ്ഥാനം ഓർത്തിരിക്കുക, 11ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. ജൂണിൽ അറബിക്കടലിൽ തീപിടിച്ച കപ്പലായിരുന്നു MV വാൻഹൈ 503. ഓക്കെ, MV വാൻഹൈ 503 എന്നാണ് അറബിക്കടലിൽ തീപിടിച്ച കപ്പലാണ് ഈ ഒരു MV വാൻഹൈ 503. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിൽ നിന്നും മുംബൈയിലെ നവശേലയിലേക്ക് പോയ കപ്പലായിരുന്നു ഈ ഒരു വാൻഹൈ എന്ന് പറയുന്നത്. ആൻഡ് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തായ്വാൻ കമ്പനിയുടെ കപ്പലാണ് MV വാൻഹൈ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഇതിലാണ് ഊർജ്ജ പരിവർത്തന സൂചികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 71 വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. ഓർത്തിരിക്കുക, ജസ്റ്റ് 100ൽ നിന്ന് ഒറ്റ പോയിന്റ് മിസ്സായിട്ടേ ഉള്ളൂ. എന്താണ് സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ ഈ വർഷത്തെ സ്ഥാനമാണ് 99 എന്ന് പറയുന്നത്. ആൻഡ് റാങ്കിങ്ങിൽ ആദ്യ 100 രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇടം നേടിയിട്ടുള്ളത് കേട്ടോ. സുസ്ഥിര വികസന സൂചികയിൽ ആദ്യമായിട്ടാണ് 100നുള്ളിൽ ഇന്ത്യ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ ഒന്നാമതെത്തിയിട്ടുണ്ടായിരുന്നത് ഫിൻലൻഡ് ആയിരുന്നു. 2026 നടക്കാനിരിക്കുന്ന 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഓർക്കുക കേട്ടോ, 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറം അധ്യക്ഷ സ്ഥാനം എവിടെയാണ്? ഇന്ത്യയാണെങ്കിൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, ബിഗ് കാറ്റ് എവിടെ വെച്ച് നടക്കുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നിലവിലെ GST സ്ലാബുകളിൽ ഒഴിവാക്കാൻ പോകുന്ന സ്ലാബ് നമുക്കറിയാം ഏതൊക്കെയാണ് സ്ലാബുകൾ. കുറച്ച് 5, 12, 18 ഒക്കെ പറഞ്ഞ് നമ്മൾ പല സ്ലാബുകൾ പഠിക്കുന്നതാണ്. അതിൽ ഒഴിവാക്കാൻ പോകുന്ന സ്ലാബാണ് 12% എന്ന് പറയുന്നത്. ജൂണിലെ UNA പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ അത് 146.39 കോടിയാണ്. ഓക്കെ, 146.39 കോടിയാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി 200 ഇലക്ട്രിക് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഡൽഹിയിലാണ് കേട്ടോ. 200 ഇലക്ട്രിക് ബസ്സുകളാണ് ഡൽഹിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകയായി മാറിയത് അത് അഞ്ചൽ ബത്തേജയാണ്. ഓക്കെ, അഞ്ചൽ ബത്തേജ എന്തായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷക. സൗരയുദ്ധത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ കുള്ളൻ ഗ്രഹത്തിൻ്റെ ഔദ്യോഗിക നാമം 2017 OF201 ആണ്. ഓക്കെ, 2017 OF201 എന്താണ്? പുതുതായിട്ട് സൗരയുദ്ധത്തിൽ കണ്ടെത്തിയിട്ടുള്ള കുള്ളൻ ഗ്രഹമാണ്. 2025 ജൂൺ ഇന്ത്യയിൽ വ്യാപിച്ച കൂടുതൽ വ്യാപനശേഷിയുള്ള COVID-19 വൈറസ് വേഗമായിരുന്നു XFG. ഓക്കെ, XFG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ വ്യാപിച്ച, അതായത് 2025 ജൂണിൽ ഇന്ത്യയിൽ വ്യാപിച്ച ഏറ്റവും കൂടുതൽ വ്യാപനശേഷിയുള്ള COVID-19 വൈറസ് ഭേദമായിരുന്നു XFG എന്ന് പറയുന്നത്. SARS-CoV-2 വൈറസിൻ്റെ ഒരു പുനഃസംയോജിത ഉപവകഭേദമായിരുന്നു ഈ ഒരു XFG. ഓക്കെ, ഇനി ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ് കപ്പലാണ് INS അർനാല. ഓക്കെ, INS അർനാല എന്തായിരുന്നു? ഒരു ഷാലോ വാട്ടർ ക്രാഫ്റ്റ് കപ്പലാണ് എന്ന് ഓർത്തിരിക്കാം. പൊക്രാനിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് UAV ആണ് രുദ്രാസ്ത്ര. ഓക്കെ, രുദ്രാസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തദ്ദേശീയമായിട്ടുള്ള വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് UAV ആണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വായ് പ്രസിഡന്റ് ആയിരുന്നു സാന്റിയാഗോ പെന പലാസിയോസ്. ഓക്കെ, സാന്റിയാഗോ പെന പലാസിയോസ് ആരാണ്? പരാഗ്വായ് പ്രസിഡന്റാണ്. അദ്ദേഹം ജൂണിൽ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഷീൽഡ്. ഓർത്തിരിക്കേണ്ട പേരാണ് ഓപ്പറേഷൻ ഷീൽഡ്. എന്തായിരുന്നു? നമ്മളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള, അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലായിരുന്നു. ഏത് അതിർത്തിയിലാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ. കേന്ദ്ര തപാൽ വകുപ്പ് ISROയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ തയ്യാറാക്കിയതാണ് പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് അതിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് DigiPin കേട്ടോ. DigiPin ആണ് പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്.
മരുഭൂവൽക്കരണം ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് 4 സംസ്ഥാനങ്ങളിലായിട്ട് നടത്തിയ പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വോൾ പദ്ധതി. ഓക്കെ, ഓർക്കുക. അപ്പോൾ എന്താണ്, മരുഭൂവൽക്കരണം ചെറുക്കാനും ഭൂമി പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് 4 സംസ്ഥാനങ്ങളിലായിട്ട് ഈ ഒരു ആരവല്ലി ഗ്രീൻ വോൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഒരു 4 സംസ്ഥാനങ്ങൾ? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി. ഓക്കെ, ആ ഒരു പരിസരത്തുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹിയിലുമാണ് ആരവല്ലി ഗ്രീൻ വോൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാർഷിക മേഖലയുടെ വികസനത്തിനായി രാജ്യത്തെ 1.5 കോടി കർഷകരുമായിട്ട് ശാസ്ത്രജ്ഞരും വിദഗ്ധരും നേരിട്ട് സംവദിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ. ഓർത്തിരിക്കേണ്ട പേരാണ്. എന്താണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖലയുടെ വികസനത്തിനായിട്ട് രാജ്യത്തെ 1.5 കോടി കർഷകരുമായിട്ട് ശാസ്ത്രജ്ഞരും വിദഗ്ധരും നേരിട്ട് സംവദിക്കുന്ന ഒരു പദ്ധതിയാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഉമ്മീദ് സെൻട്രൽ പോർട്ടൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വഖഫ് സ്വത്തുക്കളുടെ തത്സമയ അപ്ലോഡിംഗ്, സ്ഥിരീകരണം, നിരീക്ഷണം എന്നിവയ്ക്കായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിരുന്നു ഉമ്മീദ് സെൻട്രൽ പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് വേൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ തന്നെയാണ് ബ്രിക്സിൽ അംഗമായ രാജ്യം. ഓക്കെ, ജൂണിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യമായിരുന്നു വിയറ്റ്നാം. ഓർത്തിരിക്കുക കേട്ടോ. ഇനി മംഗോളിയയിലെ ഉലാൻ ബത്തോറിൽ ആരംഭിച്ച ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫൻറ്റ് 2025. ഓക്കെ, എന്താണ് നൊമാഡിക് എലിഫൻറ്റ്? ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും മംഗോളിയയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംയുക്ത സൈനികാഭ്യാസമാണെന്ന് ഓർത്തിരിക്കുക. മഞ്ഞുമല വീണ് നാമാവശേഷമായ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമമായിരുന്നു ബ്ലാറ്റൻ ഗ്രാമം. ഓർക്കുക, ബ്ലാറ്റൻ ഗ്രാമം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഇത് മഞ്ഞുമല വീണ് നാമാവശേഷമായി പോയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെത്തനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഡെൻമാർക്കിലാണ്. ഓക്കെ, ഡെൻമാർക്കിലാണ് എന്ത് വന്നിട്ടുള്ളത്? വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെത്തനോൾ പ്ലാന്റ് നിലവിൽ വന്നതെങ്കിൽ യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമായിരുന്നു അലിയ CX-300. ഓക്കെ, അലിയ CX-300 എന്തായിരുന്നു? അത് വിജയകരമായിട്ട് പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതി ഓൾ ഇലക്ട്രിക് ആയിട്ടുള്ള വിമാനമാണ് അലിയ CX-300 എന്ന് പറയുന്നത്. എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരം അത് കോപ്പൻഹേഗനാണ്. ഓക്കെ, എന്തായിരുന്നു? ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിലാണ് 1ാം സ്ഥാനത്ത് ആരെത്തിയിട്ടുള്ളത്? കോപ്പൻഹേഗൻ, ഡെൻമാർക്കിലുള്ള കോപ്പൻഹേഗൻ എത്തിയിട്ടുള്ളത്. ഗാസയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ ഗ്രേറ്റ ടുൻബർഗിൻ്റെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ തുറമുഖമായിട്ടുള്ള കാറ്റാനിയോയിൽ നിന്നും പുറപ്പെട്ട കപ്പലായിരുന്നു മെഡ്ലീൻ. ഓക്കെ, മെഡ്ലീൻ എന്താണ്? ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഗ്രേറ്റ ടുൻബർഗ്, നമുക്കറിയാമല്ലോ ഗ്രേറ്റ ടുൻബർഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അവരുടെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ തുറമുഖമായിട്ടുള്ള കാറ്റാനിയോയിൽ നിന്നും പുറപ്പെട്ട കപ്പലായിരുന്നു മെഡ്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റഷ്യയിലെ 5 വ്യോമതാവളങ്ങളിൽ യുക്രൈൻ്റെ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള SBU നടത്തിയ ഡ്രോൺ ആക്രമണം ചോദിച്ചാൽ അത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബാണ്. ഓക്കെ, റഷ്യ ഗാസ യുദ്ധമൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, റഷ്യയിലെ 5 വ്യോമതാവളങ്ങളിൽ യുക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയിലെ SBU നടത്തിയിട്ടുള്ള ഡ്രോൺ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ രഹസ്യനാമം അത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഓക്കെ, റൈസിംഗ് ലയൺ നടത്തിയിട്ടുള്ളത് ആരാണ്? ഇസ്രായേൽ നടത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇറാനിലെ നിരവധി പ്രദേശങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൻ്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? നമ്മളുടെ ഇറാൻ വെറുതെ ഇരിക്കുമോ? ഇസ്രായേലിന് മറുപടിയായിട്ട് ഇറാനിൻ്റെ പ്രത്യാക്രമണത്തെ നൽകിയിരിക്കുന്ന പേരായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. നമ്മളിങ്ങോട്ട് ചെയ്താൽ പ്രോമിസ് ഉറപ്പാണ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇസ്രായേലിന് മറുപടിയായിട്ട് ഇറാൻ്റെ പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അറിയപ്പെടുന്ന പേരൊന്ന് ഓർത്തുവരിക്കുക. അത് അയേൺ ഡോം എന്നാണ്. ചോദ്യം വരാവുന്നതാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഏതാണ്? അത് അയേൺ ഡോം എന്നാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ദൗത്യം അതായത് ഓപ്പറേഷൻ സിന്ധു കേട്ടോ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. എങ്കിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനി കവയത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് പർണിയ അബ്ബാസിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്താണ് പർണിയ അബ്ബാസി എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഇറാനി കവയത്രിയായിരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US-ൻ്റെ ആക്രമണം അറിയപ്പെട്ടിട്ടുള്ള പേര് ചോദിച്ചാൽ എന്തായിരുന്നു? അത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണ് കേട്ടോ. ഓക്കെ,
നമ്മുടെ മിഡ് നൈറ്റിൽ പോയിട്ട് ഒരു ഹാമറിൻ്റെ ഒരു തലക്കടിച്ച പോലെയായിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US-ൻ്റെ ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇവിടെ അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട 2 വ്യക്തികളാണ് ഇറാൻ്റെ പ്രസിഡന്റും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും. ഇറാൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മസൂദ് പെഷഷ്കിയാനും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ളത് അത് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കാം. അസിസ്റ്റഡ് ഡൈയിങ് ബില്ല് അംഗീകാരം നൽകിയ രാജ്യം ആയിരുന്നു ഫ്രാൻസ് കേട്ടോ. മാരകമായിട്ടുള്ള രോഗമുള്ളവർക്ക് മരിക്കാനുള്ള അവകാശം നൽകുന്ന ബില്ലാണ് അസിസ്റ്റഡ് ഡൈയിങ് ബില്ല് എന്ന് പറയുന്നത്. അതിന് ഫ്രാൻസ് അംഗീകാരം നൽകി. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായിട്ടുള്ളത് അത് നിസ്സിലാണ്. ഫ്രാൻസിലുള്ള നിസ്സിൽ വെച്ചിട്ടായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഹൈ സീസ് ഉടമ്പടി അംഗീകരിക്കുക എന്നതാണ് കേട്ടോ. ഹൈ സീസ് ഉടമ്പടി അംഗീകരിക്കുക. എന്താണ് ഹൈ സീസ് ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ അധികാരപരിധിയിൽ ഇല്ലാത്ത വിശാല വൈവിധ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഉടമ്പടിയാണ് ഹൈ സീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഒരു ടേം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായിട്ടുള്ള ഗുവാഡലൂപ്പിൽ യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ്. ഓക്കെ, ഗോഡ നെഗറ്റീവ് എന്താണ്? ഗുവാഡലൂപ്പയിൽ യുവതിയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ് എന്ന് പറയുന്നത്. തവിടുകരടികളെ വെടിവെച്ച് കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി ലഭിച്ച രാജ്യം അത് സ്ലോവാക്യയാണ് കേട്ടോ. സ്ലോവാക്യയാണ് തവിടുകരടികളെ വെടിവെച്ച് കൊല്ലാനും ഇറച്ചി വിൽക്കാനുമുള്ള അനുമതി നൽകിയിട്ടുള്ളത്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീല്, അലൂമിനിയം എന്നിവയുടെ തീരുവ 50% ഉയർത്തിയ രാജ്യം അത് അമേരിക്കയാണ്. ഓക്കെ, സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും തീരുവ 50% ഉയർത്തിയത് ആരാണ്? അത് അമേരിക്കയാണെങ്കിൽ 12 രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം നമുക്കറിയാം. നമ്മുടെ ഇന്ത്യക്കാർക്ക് കൈവിലങ്ങൊക്കെ ഇട്ട് അവിടെ നിന്നും ഒഴിവാക്കിയ ആളായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യം അത് പാകിസ്ഥാനാണ്. ഓർത്തിരിക്കുക കേട്ടോ. എന്താണ്? UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷൻ. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഓർത്തിരിക്കുക എന്താണ്? കുറച്ചൊരു വാസ്തവവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പോലെ നമുക്ക് തോന്നും. എന്താണ്? ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനമാണ് പാകിസ്ഥാന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവുമാണ് പാകിസ്ഥാന് ലഭിച്ചിട്ടുള്ളത്. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന 2016 H3 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച രാജ്യമായിരുന്നു ടിയാൻവെൻ 2. ഓക്കെ, ടിയാൻവെൻ 2 എന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്? ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന 2016 H3 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചൈന ടിയാൻവെൻ 2 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസസ് വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. ഓക്കെ, എന്തൊക്കെയാണ് ചൈന വികസിപ്പിക്കുന്നത്? ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഒരു ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസസ് ആണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത്. ഇടക്കാല സർക്കാർ നിയമ ഭേദഗതി വരുത്തിയതോടെ രാഷ്ട്രപിതാവ് എന്ന പദവി നഷ്ടമായ ബംഗ്ലാദേശിലെ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു അത് മുജീബുൾ റഹ്മാനാണ് കേട്ടോ. മുജീബുൾ റഹ്മാനാണ്. അതേപോലെ തന്നെ കറൻസീസിൽ നിന്നെല്ലാം തന്നെ ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ്റെ പടവും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും ഓർത്തിരിക്കുക. പിന്നെ അവരുടെ മുദ്രാവാക്യവും ഇതുപോലെ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. മുജീബുൾ റഹ്മാൻ കോയിൻ ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യമൊക്കെ ആയിരുന്നു. അതും ഇതേപോലെ തന്നെ അവർ ഇടക്കാല സർക്കാർ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് അത് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയാണ്. ഓക്കെ, എന്താണ്? അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളാണ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി 2025 G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് അത് ആൽബർട്ടയാണ്. കാനഡയിലെ ആൽബർട്ടയിൽ വെച്ചിട്ടാണ് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നതെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ്? അത് ജൂൺ 9 ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ളത്. ആൻഡ് ഈ വർഷത്തെ പ്രമേയം അത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്. ആൻഡ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ജെജു ആണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു ദ്വീപിൽ വെച്ചിട്ടാണ് ഈ ഒരു നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം അല്ലെങ്കിൽ വേദി എന്ന് പറയുന്നത്. ഇനി ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഈ വർഷത്തെ പ്രമേയം ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രം ശരിയായ ദൗത്യത്തിൽ എന്നതാണ്. ആൻഡ് ജൂൺ 17 ദിവസമായിരുന്നു ലോക മരുഭൂവൽക്കരണ വിരുദ്ധ ദിനമാണ് ജൂൺ 17 എന്ന് പറയുന്നത്. ആൻഡ് ഈ വർഷത്തെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിച്ച് അവസരങ്ങൾ തുറക്കുക എന്നതാണ്. ഇതോർക്കുക, ജൂൺ 21 ഏതായിരുന്നു? അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അപ്പോൾ ഈ വർഷത്തെ പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രമേയം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പെട്ടിട്ടുള്ള ഒന്നാണ് യോഗാ ദിനത്തിൻ്റെത്. അപ്പം ഈ വർഷത്തെ പ്രമേയം ഓർത്തിരിക്കുക, ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ. ആൻഡ് ഈ ഒരു 11ാമത് സമ്മേളന വേദിയായിരുന്നത് അത് വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ വേദിയായിട്ടുള്ളത്. ഇനി യോഗ മഹോത്സവം വേറെ ഒന്നുണ്ട്. യോഗ മഹോത്സവം നടന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നാസിക്കിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. യോഗ മഹോത്സവം നടന്നിട്ടുണ്ടായിരുന്നത് നാസിക്കിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അവാർഡ്സും ബാക്കി സ്പോർട്സും ഒബിച്ചറിയും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.